ഹായ്, പപ്പായ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നല്ല വില കിട്ടണോ? ഷുവറായും കിട്ടും. എങ്ങനെയെന്നല്ലേ ഈ വീഡിയോ കാണുക. പപ്പായയുടെ എക്സ്പോർട്ടിങ്ങിൽ ഇന്ത്യ വേൾഡ് നമ്പർ 1 ആണ്. ഫ്രഷ് പപ്പായ എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അതിനെ പൗഡർ ഫോമിലാക്കി മാറ്റി എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പല ഗുണങ്ങളുണ്ട്. നമ്പർ 1, നിങ്ങൾക്ക് 100% പ്രോഫിറ്റ് കിട്ടും. നമ്പർ 2, ഇത് കൂടുതൽ കാലം കേടാകാതെ സ്റ്റോറേജ് വയ്ക്കാൻ വളരെ എളുപ്പമാണ്. നമ്പർ 3, ഇത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. ദാറ്റ് മീൻസ് ബൾക്ക് ക്വാണ്ടിറ്റി ബിസിനസ് ചെയ്യാൻ ഇത് വളരെ എളുപ്പമാണ്. പപ്പായ ഡീഹൈഡ്രേറ്റ് ചെയ്ത് പൗഡർ ഫോമിലാക്കി കിട്ടുന്ന ഈ ഒരു പ്രൊഡക്റ്റിന് ചില ഇൻഡസ്ട്രീസിൽ ഓവർസീസിൽ വലിയ ഡിമാൻഡാണുള്ളത്. ഓരോ വർഷവും ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഓൾമോസ്റ്റ് 10 മില്യൺ kg പപ്പായാണ് എക്സ്പോർട്ട് ചെയ്തു വരുന്നത്. ഓവർസീസ് മാർക്കറ്റിൽ ഇതിന് നിറയെ ആവശ്യക്കാരുണ്ട്. ഇപ്പോൾ ഫുഡ് ഇൻഡസ്ട്രീസ്, കോസ്മെറ്റിക് ഇൻഡസ്ട്രീസ്, ദെൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, ലെതർ ഇൻഡസ്ട്രീസ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, ഇങ്ങനെ നിരവധി ഇൻഡസ്ട്രീസിൽ ഈ പപ്പായ പൗഡർ ഉപയോഗിച്ചു വരുന്നു. അമേരിക്ക, ചൈന, ജർമ്മനി, നെതർലാൻഡ്സ് തുടങ്ങി ഓൾമോസ്റ്റ് 35 കൺട്രീസ് ഇപ്പോൾ ഈ പപ്പായ പൗഡർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പപ്പായ പൗഡറിൻ്റെ ടോട്ടൽ ഇൻ്റർനാഷണൽ മാർക്കറ്റ് വാല്യൂസ് അബൌട്ട് $500 മില്യൺ ആണെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. പപ്പായ പൗഡറിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ കുറിച്ചും എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റിന് ബയേഴ്സിനെ കണ്ടെത്തേണ്ടതെന്നും നിങ്ങൾക്കറിയില്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പപ്പായ പൗഡർ എന്ന് കമൻറ്റ് ചെയ്യുക. If you don't know how to find out your potential buyers for the particular product, please comment below papaya powder. Okay.